ഈ ലൈക്കും ഫോളോ എന്ന് പറഞ്ഞ അതേ വാക്കാണ് ഹദീസിൽ പുണ്യ നബി തങ്ങൾ ഉപയോഗിച്ചു. മൻ റളിയ വതാബ. റളിയ എന്ന് പറഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യാനാണ്, താബ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യാൻ. ഫമൻ അൻകറ സലിം. ഒരു തിന്മയെ നിങ്ങളത് തിന്മയാണെന്ന് പറയുന്നുണ്ടോ, അത്തരം ആളുകൾ സുരക്ഷിതരാണ്. പുണ്യനബി തങ്ങൾ പറയാ, നിങ്ങളതിനെ നിരോധിക്കണം, നിങ്ങളതിനെ എതിർക്കണം. ആ ഒരു കാര്യത്തെ സദാചാര ബോധത്തോടുകൂടെ ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ നിയമ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന പോലെ തിന്മകളെ പ്രതിരോധിക്കണം. വമൻ കരിഹ ബരി. ആരെങ്കിലും ആ തിന്മയെ വിരോധിച്ചില്ല, അതിനെതിരെ ഒരു കമന്റോ ഒരു വീഡിയോയോ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ മനസ്സുകൊണ്ട് വെറുത്തു, എനിക്കത് ഇഷ്ടമല്ല, ഈ കാണിക്കുന്നത് കോപ്രായത്തരമാണ്, ഇത് മനുഷ്യത്വമില്ലായ്മ, സംസ്കാര ശൂന്യതയാണ്, ഇത് വിവരമില്ലായ്മയാണ്, എനിക്കത് ഇഷ്ടമല്ല എന്ന് മനസ്സുകൊണ്ട് വെറുക്കുന്നവർ ബരി, അവർ നിരപരാധികളാണ്. വലാകിൻ മൻ റളിയ വതാബ. ആരൊക്കെ അതിനെ തംസപ്പ് കൊടുക്കുന്നുണ്ടോ അതിനെ തൃപ്തിപ്പെടുകയും ലൈക്ക് ചെയ്യുക. റളിയ എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ചെയ്യാന്ന. താബ എന്ന് പറഞ്ഞാൽ ഫോളോ, ലൈക്ക് ആൻഡ് ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെ കാര്യം അപകടമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലൈക്കും ഫോളോ എന്ന് പറഞ്ഞ അതേ വാക്കാണ് ഹദീസിൽ പുണ്യ നബി തങ്ങൾ ഉപയോഗിച്ചു. മൻ റളിയ വതാബ. റളിയ എന്ന് പറഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യാന്ന്, താബ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യാൻ. അപ്പൊ ഇത്തരം ആളുകൾക്ക് ഓശാനം പാടുകയും ഇതിനെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടും ഫോളോ ചെയ്തിട്ടും അതിനെ ഫോർവേഡ് ചെയ്തിട്ടും അതിന് കമന്റ് ഇട്ട് കൊടുത്തിട്ടും അതിനുവേണ്ടി ചിന്താബാധ വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അർപ്പിക്കേണ്ടി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം